ഒരു ദിവസം അതാ വളരെ വിഷമിച്ചുകൊണ്ട് ഭക്ഷണമില്ലാതെ രാത്രി സമയത്ത് എന്തെങ്കിലും ഒരു പരിഹാരം കിട്ടുമോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതാ രാത്രി സമയത്ത് വീട് വിട്ടിറങ്ങുകയാണ്. ആ വീട്ടിൽ നിന്നിറങ്ങുന്ന സമയത്ത് ഒരിത്തിരി പോലും ഭക്ഷണമില്ലാതെ ദിവസങ്ങൾ തള്ളി നീക്കിയ സന്ദർഭങ്ങളാണ്. അങ്ങനെ രാത്രി അതാ വീട് വിട്ടുകൊണ്ടൊരൽപ്പം അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ സമയത്തതാ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടുപേരെയും അതാ വഴിയിൽ വെച്ച് കാണുകയാണ്. വിശപ്പ് സഹിക്കവയ്യാതെ പുറത്തേക്ക് ഇറങ്ങിയ പ്രവാചക പ്രഭു അവിടുത്തെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് സിദ്ദീഖുൽ അക്ബറും ഉമറുൽ ഫാറൂഖുമാണ്. ആ സമയത്ത് ഹബീബായ നബി തങ്ങൾ അതാ ആ രണ്ട് സഹാബാക്കളോട് ചോദിക്കുന്നത്, അല്ലയോ മക്കളെ, മാ അഖ്റജകുമാ മിൻ ബുയൂതികുമാ ഹാദിഹിസ്സാഅ, ഈ സന്ദർഭത്തിൽ എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി നടക്കുന്നത്? എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ ആ രണ്ട് സഹാബാക്കളും പറയുന്നത്, അൽജൂ യാ റസൂലല്ലാഹ്, നബിയേ, സഹിക്കവയ്യാത്ത വിശപ്പ് കാരണം ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടതാണെന്ന് ആ രണ്ട് സഹാബാക്കളും അങ്ങ് മറുപടി കൊടുക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ പറയുന്നു, വാന വല്ലദീ നഫ്സീ ബിയദിഹി, അല്ലാഹുവാണ് സത്യം, ലാ അഖ്റജനി അല്ലദീ അഖ്റജകുമാ, നിങ്ങൾ രണ്ടുപേരും എന്തിനു വേണ്ടിയാണോ പുറപ്പെട്ടത് അതേ ആവശ്യത്തിന് തന്നെയാണ് ഞാനും പുറപ്പെട്ടത്. അഥവാ വിശപ്പ് സഹിക്കവയ്യാതെ വീട്ടിലിരുന്നപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാണ് നിങ്ങളെ രണ്ടുപേരെയും കണ്ടുമുട്ടുന്നത്. അനുയായികളുടെ വിശപ്പ് തന്റെ മുന്നിലേക്ക് അങ്ങ് വന്നപ്പോൾ ഇനി നേതാവിന് ഇതിനൊരു പരിഹാരം കാണണ്ടേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വരൂ നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫഅതാ റജുലൻ മിനൽ അൻസാർ, അൻസാരിക്കാരനായ ഒരു സഹാബിയുടെ വീട്ടിലേക്ക് അങ്ങ് കടന്നു ചെല്ലുകയാണ്. അദ്ദേഹം ക്ഷണിച്ചതല്ല, പ്രതീക്ഷയില്ല. ഈ രാത്രി സമയത്ത് ലോകത്തിന്റെ നേതാവ് അവിടുത്തെ ഹബീബായ സിദ്ദീഖുൽ അക്ബർ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖും വീട്ടിലേക്ക് അങ്ങ് കടന്നു വന്നപ്പോൾ അൽഹംദുലില്ലാഹ് മാ അഹദുനിൽ യൗമ അക്രമ അളിയാഫം മിന്നീ, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ആ വീട്ടുകാരൻ പറഞ്ഞത്, ഇന്നത്തെ ഈ ദിവസം ഏറ്റവും ആദരവുള്ള അതിഥികളെ കൊണ്ട് സന്തോഷം പുളകുന്നത് എന്നെപ്പോലെ ഈ ലോകത്തു മറ്റൊരാൾക്കും ഇന്നീ ഭാഗ്യം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടതാ ഹബീബായ നബി തങ്ങളുടെ സഹാബത്തിന്റെ മുന്നിലേക്ക് ഒരു തളികയിൽ അല്പം ഈത്തപ്പഴവുമായി കൊണ്ടുവരികയാണ്. നബിയേ, നിങ്ങളിരുന്ന് ഇതൊന്ന് കഴിക്കൂ, അപ്പോഴേക്ക് ഞാൻ ഭക്ഷണം പാകം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ആ അൻസാരിക്കാരനായ സ്വഹാബി അങ്ങ് പോകുമ്പോൾ അവരെ വിളിച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങൾ പറയുന്നത്, ഇയ്യാക വൽ ഹലൂബ്, നിങ്ങൾ ആടിനെ അറുക്കാനാണ് പോകുന്നതല്ലേ, എങ്കിൽ പാലുള്ള കറവുള്ള ആടിനെ നിങ്ങൾ അറുക്കരുതേ, സൂക്ഷിക്കണേ. അങ്ങനെ ചുരുക്കി പറയട്ടെ, അദ്ദേഹം ആടിനെ അറുത്തു ഭക്ഷണം കൊണ്ടുവന്ന് ഹബീബായ നബി തങ്ങളുടെ മുന്നിലേക്ക് അങ്ങ് വെക്കുകയാണ്. അവര് ഭക്ഷണം കഴിച്ചുകൊണ്ട് അതാ സന്തോഷം പങ്കിട്ടുകൊണ്ട് അവരങ്ങോട്ട് പുറത്തിറങ്ങുമ്പോൾ ഹബീബായ നബി തങ്ങളൊന്ന് വയറ് നിറച്ചു ഭക്ഷണം കഴിക്കാതെ അവിടുത്തെ വിശപ്പൊന്ന് സഹിക്കാൻ വേണ്ടി, ഒതുക്കാൻ വേണ്ടി ഒരൽപ്പം ഭക്ഷണം കഴിച്ചു. മാത്രമല്ല, അവിടുത്തെ നീണ്ട 63 വർഷക്കാലത്തിന്റെ ഉള്ളിൽ 2 ദിവസം തുടരെയായി ഭക്ഷണം കഴിച്ചിട്ടില്ല.
ആയിഷ ബീവിയാകുന്ന അവിടുത്തെ പ്രിയപത്നി പറയുന്നത്, മാശബിയാലു മുഹമ്മദിൻ യൗമൈനി മുതതാബിയൈനി മിൻ ഖുബ്സിശ് ശഈർ ഹത്താ ഖുബിള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ മുഴുവൻ ജീവിതത്തിന്റെ ഭാഗങ്ങളും ലോകത്തിന് ഒപ്പിയെടുത്തു തന്ന ആയിഷ ബീവി പറയുകയാണ്, പ്രവാചക പ്രഭുവാകുന്ന മുഹമ്മദ് നബിയും അവിടുത്തെ കുടുംബങ്ങളും തുടരെയായിക്കൊണ്ട് 2 ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല. നോക്കൂ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത്രമാത്രം 63 വർഷക്കാലത്തിന്റെ ഉള്ളിൽ വയറ് നിറച്ചുകൊണ്ട് 2 ദിവസം തുടരെയായി നബി തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോ അവിടുന്ന് സഹിച്ച ത്യാഗം എത്രയാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ റസൂലദാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലലി അബീ ബക്കറിൻ വ ഉമറാ, പട്ടിണി പാപങ്ങളായി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഭക്ഷണം കഴിച്ച സന്തോഷത്തിൽ യാത്ര പറയുമ്പോ അതേ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമായോട് നബി തങ്ങൾ പറഞ്ഞത്, വല്ലാഹി ലതുസ്അലുന്ന അൻ ഹാദൻ നഈമി യൗമൽ ഖിയാമ. പട്ടിണിയായി കൊണ്ട് വയറൊട്ടിക്കൊണ്ടല്ലേ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അവസരം കിട്ടിയല്ലോ. അതുകൊണ്ട് അല്ലാഹുവാണ് സത്യം, ഈ അനുഗ്രഹത്തെ സംബന്ധിച്ച് നാളെ റബ്ബ് ചോദ്യം ചെയ്യും കേട്ടോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശപ്പ് സഹിക്കവയ്യാതെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയപ്പോഴേക്ക് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഈ ലഭിച്ച അനുഗ്രഹത്തിനു പോലും റബ്ബ് നാളെ ചോദ്യം ചെയ്യും കണ്ടോ. സയുസ്അലുൽ അബ്ദു അൻ കുല്ലി അൻവാഇ നിഅമല്ലതി യതമത്തഉ ബിഹാ ഫിദ്ദുനിയാ. ഏതൊരു മനുഷ്യനും ദുന്യാവിൽ വെച്ച് സുഖാഡംബരത്തോടുകൂടെ ജീവിക്കുന്നുണ്ടോ, അവൻ കഴിച്ച സുഭിക്ഷമായ ഭക്ഷണങ്ങള്, അവൻ താമസിച്ച വീടുകള്, അവൻ സമ്പാദിച്ച സമ്പത്തുകള്, ഇങ്ങനെ തുടങ്ങിയിട്ട് അവൻ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങളൊക്കെയുണ്ടല്ലോ, ആ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നാളെ റബ്ബ് ഓരോരുത്തരോടും ചോദ്യം ചെയ്യും കേട്ടോ. ഫഇൻ കാന ശാകിറൻ ലഹാ, അല്ലാഹു ചെയ്തു കൊടുത്ത നിഅമത്തിന് ഒരാൾ നന്ദി ചെയ്യുന്നുണ്ടോ, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു പോയി. വഇൻ കാന കാഫിറൻ ലഹാ, അല്ലാഹു നൽകിയ അനുഗ്രഹത്തിന് നന്ദി കേടാണോ ഒരാൾ കാണിക്കുന്നതെങ്കിൽ വഖദ് ഉഖിദ, അവന് ശിക്ഷ ലഭിക്കപ്പെടുമെന്ന് ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ വിഷമങ്ങൾ സഹിച്ചുകൊണ്ട്, വിശപ്പ് സഹിച്ചുകൊണ്ട് ലോകത്ത് ഇസ്ലാമിന്റെ ദൗത്യം പ്രചരണം ഏറ്റെടുത്തുകൊണ്ട് അതാ ഇസ്ലാമിക് പ്രബോധനവുമായി ലോകത്ത് ഹബീബായ നബി തങ്ങൾ നീങ്ങുമ്പോ അവിടുന്ന് ഒത്തിരി ത്യാഗം സഹിച്ചുപോയി. ഒത്തിരി ശത്രുക്കൾ പ്രവാചക പ്രഭുവിനെ കല്ലെറിയാനും കൊല്ലാനും തുനിയുന്നുണ്ട്. എല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് അവിടുത്തെ ജീവിതമൊക്കെ റബ്ബിന്റെ പൊരുത്തത്തിലേക്കാക്കി അങ്ങ് മാറ്റിയെടുക്കുകയാണ്. ഇത് നബി തങ്ങളുടെ മാത്രം ചരിതമല്ല. ഏത് അമ്പിയാക്കളെ എടുത്തു പരിശോധിച്ചു നോക്കിയാലും അവർക്കൊക്കെ ദീനിന്റെ പ്രബോധനം നടത്തുമ്പോൾ ഒത്തിരി ശത്രുക്കൾ അവർക്കൊക്കെ ഉണ്ടായിരുന്നു.